അതിമമ പ്രാണൻ പിടയുകയാണോ അറിയുകയെന്നിൽ നീ ശ്വാസമാ നിലവുകളിൽ ഞാൻ നിന്നിഴലാ. ജെയിംസ്, ഹായ് പ്രിയ. നീ പറഞ്ഞതുപോലെ എല്ലാ കാര്യവും ഞാൻ മൈഥിലിയോട് ഫോൺ ചെയ്ത് നിന്നെക്കുറിച്ചും രാജുവിനെക്കുറിച്ചും പറഞ്ഞു. അവർ രണ്ടുപേരും വഴക്കെട്ട് വരികയും ഇനി എത്രയും വേഗം രാജുവിനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഗോവയിൽ പോയി സെറ്റിലാവാം. ഓക്കെ ഓക്കെ ബൈ. രാജു, ജെയിംസിനും നിനക്കും എന്താ ബന്ധം? ജെയിംസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിനു മുമ്പ് നീ ചോദിക്കണ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. മൈഥിലും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരേ ഹോസ്റ്റലിൽ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. മൈഥിലി അന്ന് എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു. സ്കൂളിലെ പ്രയർ പോലും അവളാണ് പാടിയിരുന്നത്. മൈഥിലി, ആ 3 പ്രൈസിൽ നീ ഏത് പ്രൈസാണ് ആവശ്യപ്പെടുന്നത്? ഫസ്റ്റ് പ്രൈസ്. എനിക്ക് ആ ടെഡി ബെയർ ആണ് ആവശ്യം. പ്രിയ, നിനക്ക് ആ 3 പ്രൈസിൽ ഏത് പ്രൈസാ വേണ്ടത്? ഫസ്റ്റ് പ്രൈസ്. ആ ടെഡി ബെയർ ആണ് എനിക്ക് വേണ്ടത്. കളിയിലും പഠിത്തത്തിലും എല്ലാത്തിലും മൈഥിലി തന്നെയാണ് മുമ്പിൽ വന്നത്. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. Come on guys, get ready. വേഗം എഴുന്നേൽക്കൂ. വേഗം ആകട്ടെ, വേഗം എഴുന്നേൽക്കൂ. ഗുഡ് മോർണിംഗ്. വേഗം. Come on. എനിക്ക് കിട്ടാത്ത ടെഡി ബെയർ അവൾക്കും വേണ്ട. അവളുടെ കരച്ചിൽ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. മൈഥിലി, സ്റ്റാൻഡ് അപ്പ്. കുട്ടികളെ, ഈ ഹാഫ് ഇയർ എക്സാമിൽ നമ്മുടെ മൈഥിലിക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. സിറ്റ് ഡൗൺ. പ്രിയ, സ്റ്റാൻഡ് അപ്പ്. എത്ര മാർക്കുണ്ട്? ഈ പ്രാവശ്യം വളരെ കുറവാണല്ലോ. മൈഥിലിയെ നോക്കി പഠിക്ക്. ഇനിയും മാർക്ക് കുറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു വിടും. ഇഡിയറ്റ്. ഇരിക്കവിടെ. കുട്ടികളുടെ വീട്ടിൽ നിന്നല്ല മണി ഓർഡർ വന്നു. എല്ലാ കുട്ടികളും ഫീസ് അടച്ച കാര്യം നിനക്കറിയാമോ? നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് ഫോൺ ചെയ്ത് മണി ഓർഡർ അയക്കാൻ പറയൂ. മനസ്സിലായോ? പോ.
അതെ, എനിക്കൊരു 500 രൂപ കടം തരാവോ? അയ്യോ, ഞാൻ തരില്ല. എന്റെ അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആർക്കും കൊടുക്കരുതെന്ന്. മോഷ്ടിക്കുന്നോടി കള്ളി, നീ ആള് കൊള്ളാലോ. ഇത്രയേ ഉള്ളൂ ആള്, എന്നിട്ട് ഇപ്പഴേ മോശം തുടങ്ങിയേക്കോ. അപമാനം സഹിക്കാൻ വയ്യാതെ ഞാൻ മൈഥിലിയെ കൊല്ലാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു. മൈഥിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ വിഷം കലർത്തി. അത് ഹോസ്റ്റലിലെ പാചകക്കാരൻ കണ്ടുപിടിച്ചു. അയാള് സ്കൂളിലെ സാറിന് വിവരം അറിയിച്ച് സാറ് പോലീസിനെ വിളിച്ചു വരുത്തി. അവരെന്നെ അറസ്റ്റ് ചെയ്ത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. അവിടെ വെച്ച് ഓരോ ദിവസവും അവളോടുള്ള പക കൂടി വന്നതേയുള്ളൂ. അവിടെ വെച്ചാണ് ഞാൻ ജെയിംസിനെ പരിചയപ്പെടുന്നത്. മൈഥിലിയെ നശിപ്പിക്കാൻ ജെയിംസ് എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനും ജെയിംസും ഒരേ സമയത്താണ് ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഞങ്ങൾ ഉടനെ മൈഥിലിയെ അന്വേഷിച്ച് കൊച്ചിയിലേക്ക് വന്നു. നിനക്കും മൈഥിലിക്കും മാരേജ് ഫിക്സ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമായി. ഞാൻ കുറേശ്ശെയായി നിന്നോടടുത്തു. മൈഥിലി അകറ്റി നിർത്താൻ ഞാൻ ആവുന്നതും ശ്രമിച്ചു. നിന്നോടുള്ള സ്നേഹം കാരണം എന്നെ പൂർണ്ണമായി നിനക്ക് ഞാൻ തന്നു. ജെയിംസുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടി ജെയിംസ് എന്നെ നിർബന്ധിച്ചതിനാൽ എനിക്ക് നിന്നിൽ നിന്ന് അകലേണ്ടി വന്നു. ഇതിനോടകം നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കഴിയുന്നതും ഞാൻ കണ്ടു. അത് താങ്ങാനാവാതെ ഞാൻ ഒത്തിരി കരഞ്ഞു. നീ ലണ്ടനിൽ പോവാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിച്ചു. നീ എന്നെ അന്വേഷിക്കുന്നത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. മൈഥിലിയോടുള്ള ദേഷ്യം കാരണം ഞാൻ നിന്നോടടുത്തു. ആ പക ശരിക്കും സ്നേഹമായി മാറി. നിന്നെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചു. എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ സത്യമാണ് രാജു. അവളോടുള്ള ദേഷ്യം നിന്നോട് ശരിക്കുള്ള പ്രേമമായി മാറി. ഞാൻ എന്റെ പ്രാണനേക്കാളേറെ സ്നേഹിക്കുന്നു. എനിക്കൊരിക്കലും നീയില്ലാതെ ജീവിക്കാനാവില്ല. എനിക്ക് നിന്നെ വേണം രാജു. എനിക്ക് നിന്നെ വേണം. മൈഥിലിയെ കൊന്നിട്ടാണെങ്കിലും ശരി, എനിക്ക് നിന്നെ വേണം രാജു. എനിക്ക് നിന്നെ വേണം രാജു. ഐ വാണ്ട് യു. ജീവിതം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ചെറിയ ചെറിയ തോൽവി നമ്മൾ സഹിക്കണം. അല്ലെങ്കിൽ അവളുടെ മുന്നിൽ ഒരിക്കലെങ്കിലും ജയിക്കണമായിരുന്നു. ഒരിക്കലെങ്കിലും. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മൈഥിലിയോടുള്ള പക തീർന്നപ്പോ എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണോ? എന്താടി, നീ എന്നെ ഉപേക്ഷിക്കാനുള്ള പരിപാടിയാണല്ലേ? നിന്നെ ഞാൻ